വണ്ടി പോകത്തില്ല കേട്ടോ, ഭയങ്കര മിസ്സിങ് ആയി. ഓ മാൻ, ഇറ്റ്സ് എംപ്റ്റി. ഇതിൻ്റെ അകത്തൊരു തുള്ളി പോലും ഇല്ല കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് 1600 കിലോമീറ്റർ. എന്താണിത്? അയ്യോ, നാഗ്പൂറിന് ഇനി 175 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഹൈദരാബാദ് പോകാനായിട്ട് 679 കിലോമീറ്ററും. നിങ്ങൾക്ക് ഈ ഒരു റോഡ് മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ, അതായത് ഈ ഒരു സൈഡ് 2 പാട് മാത്രം, അത് അത്രയും ഭാഗം കുഴിഞ്ഞിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ റോഡ് ആ കറക്റ്റായിട്ട് ടയർ മാർക്കിൻ്റെ രീതിയിൽ കുഴിഞ്ഞ് താഴേക്ക് പോകാണ്. കാരണം ഈ വെയിറ്റുള്ള ലോറികളൊക്കെ കയറി, അതെ ഈ സൈഡും അതെ. ഇത് കണ്ടോ, ഇതിപ്പം ഇവിടെ ഇപ്പം നമ്മൾ പോകുന്ന കറക്റ്റാണ് കുഴിക്കകത്തൂടെയാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുണ്ട്, ഇത് കുഴിയാണ്. ഇത് കറക്റ്റ് റോഡിൻ്റെ ആയിട്ടിത്. ഇതിലെ വണ്ടി ഓടിക്കുമ്പോൾ നോക്കി ഓടിച്ചില്ലെങ്കിൽ ചിലപ്പം വെട്ടി അപ്പുറത്തെ തോട്ടി പോകുമല്ലോ. അപ്പം ഇതിലേക്ക് വരുന്നവർ നോക്കിയും കണ്ടുമൊക്കെ പോകുക. ഇതുണ്ടല്ലേ, ഫുള്ളിപ്പം ഞാൻ കുഴിക്കകത്തോടല്ല കുഴിക്കകത്തോടെ പോകാം. ഇവിടെ മറ്റേ സിംഹവാലം കോരം കൊണ്ട് കേട്ടോ, അത് ഓർമ്മ ഇപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. ഈ ഒരു സ്ഥലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെ മൂടി കെട്ടിയുന്നൊരു സ്ഥലമില്ലായിരുന്നോ? എന്നാൽ അത് ഈ സെയിം സ്ഥലം തന്നെയാട്ടോ. അപ്പം ഇതിൽ തന്നെയായിരുന്നു നമ്മൾ അങ്ങോട്ടും പോയത്. ഫുള്ള് കെട്ടി വച്ചേക്കുവാണ്. ഇത് ശരിക്കും അപ്പുറത്തൊന്നും മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി കെട്ടിയേക്കുന്നതാണ്. പക്ഷെ എന്നാലും കുരങ്ങുകൾ വരും കേട്ടോ, ഇഷ്ടംപോലെ കുരങ്ങിനെ വഴി കാണാം. ഓ, കോർണറിങ് ഒക്കെ സെറ്റ്. വഴി ഇങ്ങനെ ചാടിച്ചാടിയായിരിക്കുന്നെങ്കിലും കോർണറിങ് ഒക്കെ സെറ്റാണ് കേട്ടോ. സൂര്യൻ ഇതുവരെ പോയിട്ടില്ല. അയ്യോ, അതേ കുരങ്ങൻ കണ്ട അവൻ ബുദ്ധിയുള്ളവനാ. വണ്ടി വരുന്ന കണ്ടുകൊണ്ട് ഒതുങ്ങി നിന്നു. എന്തോരം ദൂരമാണെന്നറിയോ ഈ സാധനം കെട്ടി വെച്ചേക്കുന്നേ? ഒത്തിരി ദൂരമുണ്ട്. അയ്യോ, സൂര്യൻ എന്താണിത്? എന്തോരം കുരങ്ങന്മാരാ കണ്ട. ഓ, കുഞ്ഞുകുരങ്ങ് വിഷയമാണല്ലോ. ഇത് നമ്മുടെ മാനുവലായിട്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന കേട്ടോ. ഇതാണോ സൗണ്ട് കേട്ടോ, ആ ത്രോട്ട് കൊടുക്കുമ്പോൾ ഇതാണേ. ആൾക്കാർക്കൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. എന്താണിത്? അയ്യോ, സീൻ. അതാ വളവ് രാത്രിയിലെങ്ങാണ്ട് വന്ന് വളച്ചെങ്ങാണ്ടാണ്. ഇവിടെ കയറി ഒരു ഫുൾ ടാങ്ക് പെട്രോളും കൂടെ അടിച്ചു. 17 ലിറ്റർ അടിച്ചു കേട്ടോ. 17 ലിറ്റർ 4011 കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പം. 17 ലിറ്ററിന് അത് നോക്കിയേ, ഫുൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. നമ്മളിവിടെ കയറി 2 വണ്ടിക്കും ഫുൾ ടാങ്ക് അടിച്ചു. ഇനിയിപ്പം നേരെ അങ്ങോട്ട് പോകട്ടെ. നാഗ്പൂറിന് ഇനിയിപ്പം കുറച്ച് 50-80 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് രസമല്ലേ കാണാനായിട്ട്. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോളൂ, ഇതേ വലിയ ഗൺ. ഇതാണ് ഗൺ. ഗൺ കണ്ടിട്ടുണ്ടോ? നമ്മൾ 150
നമ്മളിതേ ജസ്റ്റ് വരുന്ന വഴിക്ക് നമ്മുടെ ബ്രോയാണെങ്കിൽ ഒരു വണ്ടി തപ്പിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു Z900 ആണ്. ഓ മാൻ, ഇതിന്റെ സൗണ്ട് കേട്ടോ. വയറൊക്കെ വരുമല്ലോ, അതിനൊരു രക്ഷയില്ല. ഓ, ഇത് ലിമിറ്റഡ് എഡിഷനാണ്. നല്ല രസമുണ്ട് കേട്ടോ കളർ. ആ ഒരു ചെറിയ ഒരു റെഡ് ഒരു ഷെയ്ഡും ഗ്രേയും നല്ല നല്ല രസമുണ്ട് വണ്ടി കാണാൻ. ഒരു പ്രത്യേക ഒരു വൈബ്. കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നൊരു ചായയും കൂടെ പറഞ്ഞു. ഇത് കോഫി കേട്ടോ. കോഫി പറഞ്ഞു, ഇവനൊരു കോഫി പറഞ്ഞു, നേർക്കൊരു ചായ പറഞ്ഞു. ഫുൾ ഓൺ. അവരിത് ഫ്രണ്ടിൽ പോയി. അപ്പോൾ നമ്മുടെ കൂടത്തി ആ Z900 വരും. പുള്ളി ബാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് പോകാനാണല്ലോ പ്ലാൻ. അപ്പോൾ പുള്ളി ഹൈദരാബാദ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ. എന്തായാലും ഓൺ ദ വേ കാണാം. ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങും കേട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ കാർത്തിക് ബ്രോ പുതിയൊരു സുഹൃത്തിനെയൊക്കെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നിങ്ങളെ മതി കണ്ടോ, ഇത് കണ്ടോ. നിങ്ങൾ അങ്ങോട്ടൊന്ന് നടന്നേ. അങ്ങോട്ട് വിളിക്ക്. വിളിക്കണ്ട, കണ്ട തന്നെ വന്ന്. നിങ്ങളെ മതി കണ്ടോ. വീട്ടിൽ കൊണ്ടുപോകോ. നടത്തിക്കൊണ്ട് വന്നു അങ്ങ് വരെ. ഒരു കാര്യം ചെയ്, നിങ്ങൾ തോളത്ത് കയറ്റിക്കോ. നിങ്ങളെ മതി. നമ്മളിത് ഇവിടുന്ന് 2-3 റെഡ് ബുള്ളൊക്കെ വാങ്ങിച്ചു. വേറെ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചില്ല. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അവർ 3 പേരുണ്ട്. അപ്പം നമ്മൾ 3 പേരും കാറേലും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇങ്ങോട്ട് പോകാം. ഇനി ഇവിടുന്ന് ഏതാണ്ട് 350 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിന്. നൈസിന് വിടുക, പെട്ടെന്ന് ചെല്ലുക. പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ ഈ റോഡ് ഭയങ്കര സീനാണ്. ഇടയ്ക്കിടയ്ക്ക് കുഴികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ തെലങ്കാന കയറി കഴിഞ്ഞാൽ സീനൊന്നുമില്ല. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ കഴിക്കാൻ നിർത്തണം. അപ്പം വിശക്കുന്നില്ല, കാരണം കുറച്ച് മുമ്പ് നമ്മൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കൊന്ന് കഴിക്കാനും നിർത്തണം. നോക്കാം, ലെറ്റ്സ് സീ. അപ്പോൾ അവർ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നമുക്ക് നേരെ പോവാം. അപ്പം നമ്മളിത് വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി, ചുമ്മാ ഒന്ന് നിർത്തിയതാണ്. ഇതുണ്ടോ അവിടെ ഇങ്ങനെ തീ കത്തുന്നത്. ഫുൾ രണ്ടും തീ കത്തുന്നതാണ്. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കൊന്നും കാണത്തില്ലായിരിക്കും. കണ്ട, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അതൊക്കെ പോകാൻ ഓർത്ത്. നമ്മളിപ്പോൾ ഏതാണ്ട് 250 കിലോമീറ്റർ, ഒരു 280 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, 260 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓൺ ദ വേ ആണ്. സമയം ഇപ്പം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ട്രക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മളോടത്ത് ആ Z900 വരുന്നുണ്ട്. അപ്പം പുള്ളിയും ബാംഗ്ലൂരുള്ളതാണ്. നമ്മളോടത്ത് ഹൈദരാബാദ് വരുന്നുണ്ട്. പുള്ളി അങ്ങോട്ട് നേരെ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് തന്നെ അങ്ങ് വരാമെന്നും പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പോകുകയാണ് സുഹൃത്തുക്കളെ. പോലീസ് പൊക്കി ഗുയിസ്. അപ്പൊ നമ്മള് ബൈക്കിൽ കയറി. നമ്മുടെ അടുത്ത് മറ്റേ Z900 ഉള്ള പ്രോയും ഉണ്ട്. അപ്പം നമ്മുടെ പ്രോ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് പോകുന്ന കണ്ടു. എവിടെ പോയെന്നൊരു പിടുത്തമില്ല. പുള്ളി ജെറ്റടിച്ച് കാണും കേട്ടോ. അതുകൊണ്ട് അവര് കാറിനും പറയുന്നത്. ഇപ്പൊ അവിടെ പോലീസ് വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അവിടെ നിൽക്കുന്ന എന്താ കാര്യം എന്താന്നൊക്കെ അറിയാനായിട്ടാണ്. നമ്മളെ 3 വണ്ടിയൊക്കെ നിൽക്കുമല്ലേ റോഡിന്റെ സൈഡിലായിട്ട്. സോ അതുകൊണ്ട് വന്നതാണ്, വേറൊന്നുമല്ല. ഇപ്പോൾ ഹൈദരാബാദിന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. ഏതാണ്ട് 300 ഇല്ല, 200 സംതിങ് കിലോമീറ്ററും കൂടെ ഉള്ളൂ. ബ്രോ ഫുൾ ഓണാ കേട്ടോ. സൗണ്ട് കേട്ടോ, സൗണ്ട്. ഓ മാൻ, that sound.
ഗൈസ് പെട്രോൾ വഴി കിടക്കും കേട്ടോ എന്ന്. വണ്ടി നല്ല രീതിക്ക് മിസ്സിങ് അടിക്കാൻ തുടങ്ങി. ഒരു പമ്പ്, ഒരേ ഒരു പമ്പ്. ഗൈസ് വണ്ടി പോകത്തില്ല കേട്ടോ, ഭയങ്കര മിസ്സിങ് ആയി. ഓൾമോസ്റ്റ് നമ്മളത് പമ്പ് വരെ എത്തി. വണ്ടി ഒരു തുള്ളി പോലും ഇല്ല, വണ്ടി മിസ്സിങ് അടിച്ചാണ് പോകുന്നത്. ഓ ഇറ്റ്സ് ഓ യാ ലക്കി. ഇറ്റ്സ് ഓഫ് ബ്രോ, ഇറ്റ്സ് ഡൺ ബ്രോ, ഇറ്റ്സ് ഡൺ. ഓഫ്. We did not think it will come. പക്ഷേ 19 റേഞ്ച് കാണിക്കുന്നുണ്ട്. ബ്രോ ഫസ്റ്റ് ടൈം കേട്ടോ പെട്രോൾ ഫുള്ള് തീർന്നു തോന്നുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് 19 റേഞ്ച് കാണിക്കണം. നമ്മൾ പമ്പ് കാണുമ്പം കയറാന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്, പക്ഷേ റേഞ്ച് നമ്മൾ ചതിച്ചു ഗുയിസ്. ഓ മാൻ, ഇറ്റ്സ് എംപ്റ്റി. ഇതിൻ്റെ അകത്തൊരു തുള്ളി പോലും ഇല്ല കേട്ടോ. ഭയ്യ ഫുൾ കറുതോ? ഫുൾ. ആ ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്രോളൊക്കെ എവിടെ നിന്ന് അടിച്ചു, ഫുൾ ടാങ്ക് ഇതിനും അടിച്ചു. അതിനും അത്യാവശ്യം ഒരു 1000 രൂപയ്ക്കും കൂടെ അടിച്ചു. ഫ്ലൈ ബൈ. അപ്പം നിങ്ങൾക്ക് വ്യൂ ഒക്കെ കറക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടല്ലോ, ചുമ്മാ. എൻ്റെ മോൻ എന്നാ സൗണ്ടാടാ ഇത്. എനിക്കിതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഇച്ചിരി കുനിഞ്ഞായിരിക്കുന്നത്, അതേ ഉള്ളൊരു വിഷയം. ബാക്കിയൊക്കെ ഓക്കെ ആണോ. ശരിക്കും ഭയങ്കര വിൻ ബ്ലാസ്റ്റ് കേട്ടോ ഇതില്. പൊട്ടുന്ന കേട്ടോ. അയ്യോ
ജസ്റ്റ് അവിടെ ഒരു സ്റ്റോപ്പ് എടുത്തായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ ബ്രോ തിരിച്ച് വണ്ടിയെ കയറി, ഞാനും അതിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കയറി. അയ്യോ, ആ ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ലെവല്. ശരിക്കും ആ ഒരു വണ്ടി എങ്ങനെ ആൾക്കാർ 240 പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ഈ ഹെൽമെറ്റ് ഒന്നും പറ്റത്തില്ല കേട്ടോ. അതായത് ഒരു 170 ഒക്കെ പോയി കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എൻ്റെ ബോഡി മൊത്തത്തിൽ നമ്മുടെ ഈ ആത്മാവിൽ വലിച്ചെടുക്കത്തില്ലേ പുറകിലേക്ക്. ആ ഒരു ഫീലിംഗ് ആണ് ആ ഒരു വണ്ടിയിൽ. ഓ മാൻ, എസ്പെഷ്യലി അതിൻ്റെ സൗണ്ട് ഈസ് ലൈക്ക് നെക്സ്റ്റ് ലെവൽ. പഞ്ചാബ്, ഇത് നോക്കിയേ, സൈക്കിളായി പോകുന്നത്. എന്താ സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ. രണ്ട് വണ്ടി കണ്ടു ഇപ്പോൾ ഇതുപോലെ തന്നെ. ഓരോ വണ്ടി സൈക്കിളുകാർക്ക് എക്സ്കോർട്ട് പോകുന്നതായിരിക്കും. എന്താ സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ. മിക്കവാറും എന്തെങ്കിലും റെക്കോർഡോ അങ്ങനത്തെ വല്ല സംഭവം ആയിരിക്കും. നോ ഐഡിയ. അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോകുവാണ്. അവർ ഇപ്പോൾ നേരെ ഹൈദരാബാദിന് തന്നെയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഹൈദരാബാദ് എത്താറായി. ഒരു 50 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, 63 കിലോമീറ്റർ, 1.5 മണിക്കൂർ. എൻ്റെ ഈ കേബിൾ ഇച്ചിരി ലൂസാണ് കേട്ടോ, ഇതിൽ സീനാണ്. അപ്പോൾ അവർ ഇനിയിപ്പം കുറച്ച് പതുക്കെ വരത്തുള്ളൂ, കാരണം അവർക്കിനി കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്കിനി ഒരു 1 മണിക്കൂർ മേളിൽ റൈഡ് ചെയ്യാനുണ്ട്. നമ്മളിപ്പം റൂം നോക്കി പോകണം. ഇവിടെ തൊട്ടടുത്ത് എവിടെയാണ്, അവിടുന്ന് ഏതാണ്ട് 3 കിലോമീറ്ററേ ഉള്ളായിരുന്നു. ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റൂമിലേക്ക് ചെന്നിട്ട് കാണാം കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് എവിടെയാണ്, ലെറ്റ്സ് സീ. നമ്മൾ നേരത്തെ നിന്നെടുത്തുനിന്ന് വേറൊരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്, SS ഗ്രാൻഡ്. ഇവരവിടെ പോയിട്ട് റൂമുണ്ടോ എന്ന് നോക്കട്ടെ. ശരിക്കും ഇപ്പം ഞാൻ ശരിക്കും നല്ല ഉറക്കം വന്നിരിക്കുകയാണ് ഗുയ്സ്. നമ്മൾ നേരത്തെ നിർത്തിയെടുത്ത് ഞാൻ ജസ്റ്റ് ഇതുപോലെ സൈഡ് സ്റ്റാൻഡ് ഇട്ട് ഒന്ന് വണ്ടിയെ തന്നെ ഇങ്ങനെ കിടന്നായിരുന്നു. എന്ത് സുഖമായിരുന്നെന്നറിയാവോ. ഒരു 5 minutes ഐ വാസ് ഇൻ ഹെവൻ മാൻ. 1500-600 കിലോമീറ്റർ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. 24 മണിക്കൂർ ആയിട്ടില്ല. 22 മണിക്കൂർ കൊണ്ട് 1600 കിലോമീറ്റർ. അപ്പോൾ ഗൈസ്, നാളെ കാണാം. Good night from Hyderabad. Love you all. Bye.